ഹായ്, അങ്ങനെ നമ്മുടെ അമേരിക്കൻ എക്സ്പെഡിഷൻ, അമേരിക്കൻ റോഡ് ട്രിപ്പ്, അമേരിക്കയിലെ 48 സ്റ്റേറ്റുകൾ ഓവർലാൻഡ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ മിഷൻ വീണ്ടും പുനരാരംഭിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ മാർച്ചോട് കൂടിയാണ് നമ്മൾ നിർത്തിയത് കഴിഞ്ഞ സീസൺ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരുപാട് യാത്രകളും ആഫ്രിക്കൻ യാത്രയും ആമസോൺ യാത്രയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ വിൻ്റർ എടുക്കാൻ പോവാണ് അമേരിക്കയിൽ. അപ്പോൾ അതിന് മുന്നോടിയായി നമ്മൾ നമ്മുടെ കപ്പിത്താനെ ഇറക്കാൻ പോവാണ്. വിശോ പറയും മനസ്സോർക്ക് തുടങ്ങല്ലേ? അതെ, ഇനി നമുക്ക് പുനരാരംഭിക്കാം. അതെ, എന്നും തുടങ്ങാം എന്ന് പറയും. പക്ഷെ ജൂലൈയിൽ വന്നിട്ട് പറഞ്ഞു. പക്ഷെ ജൂലൈയിൽ നമുക്ക് തുടങ്ങാൻ പറ്റിയില്ല. നമ്മൾ ഈ ഒരു സീസൺ അടിക്കാൻ പോകും, ഓട്ടം സീസൺ, കളർഫുൾ സീസൺ പിടിക്കാൻ പോണ്. അല്ല, അതെന്തായിരുന്നാലും നല്ലതാവും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പോഗ്രഫീസ് നമുക്ക് കാണിക്കാൻ പറ്റുമല്ലോ. ടോപ്പോഗ്രഫീസ് എന്ന് പറയുമ്പോൾ ഭൂതലം അങ്ങനെ പറഞ്ഞാലും മനസ്സിലാവണ്ട. അപ്പൊ നമ്മളിപ്പോ അതൊക്കെ തുടങ്ങണം. കപ്പിത്താനെ ഒരുക്കപ്പാടുകളും സംഭവങ്ങളൊക്കെ കപ്പിത്താന്റെ നടത്തി. നമ്മള് ഇവിടെ വാക്വം ചെയ്യലായിരുന്നു നമ്മുടെ ബെഡ്. ചേച്ചേ പോറല്ലേ, ഇവിടെ നമ്മുടെ ബെഡ് ഒക്കെ പുറത്തേക്ക് ഇട്ട് നമുക്ക് വാക്വം ചെയ്യാണ്ട്. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അത്യാവശ്യം വേണ്ടത് സ്ലീപ്പിംഗ് ബാഗുകൾ സെറ്റ് ആക്കണം. അപ്പോൾ സ്ലീപ്പിംഗ് ബാഗ്, അപ്പോൾ നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ആരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെ. പക്ഷേ ആരാന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നമുക്ക് തുടങ്ങാം പരിപാടി. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോണതേ കുറച്ച് സാധനങ്ങൾ മേടിക്കണം, കുറച്ച് മസാല കിസാല ഫുഡിനാണ് നമ്മൾ ശരിക്കും ഇനി വേവലാതിപ്പെടാൻ പോണത്. അപ്പോൾ ഫുഡിന് വേണ്ട കുറച്ച് സാധനങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്യാം അല്ലേ? പിന്നെ കുറച്ച് തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള, കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ച് തണുപ്പായിരിക്കും. അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സാധനങ്ങളും കൂടെ കരുതാം. അതെ, ഇതിങ്ങനെ നമ്മൾ സ്ക്രീനിന്റെ അപ്പുറത്തേക്കൊക്കെ നോക്കുമ്പോഴേ ഭയങ്കര കളർഫുള്ള്, പച്ച നീല ചുമപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ഓട്ടം സീസൺ തുടങ്ങിയ കാരണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയിൽ പോകാം. കപ്പിത്താനും കൂടെ റെസ്റ്റ് ചെയ്യിപ്പിക്കാം. മടുത്തു, ഇനിയിപ്പോ ഓടാൻ പോവാ. അതെ അതെ അതെ, അപ്പോൾ നമുക്ക് തിരിക്കാം. അപ്പോൾ നമുക്ക് കപ്പിത്താന ബ്രേക്ക് ടെസ്റ്റും സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി ചെറിയ ടെസ്റ്റ് പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങണം കേട്ടോ. അപ്പോൾ നമുക്ക് വിശാലേട്ടൻ്റെ കപ്പിത്താനിൽ തുടങ്ങാം ഇന്നത്തെ പരിപാടി. കപ്പിത്താൻ ഇവിടെ തന്നെ കിടന്നല്ലേ ഫുൾ ടൈം? ഞാൻ ഇടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടിക്കും. ഈ മക്കളെ കൊണ്ട് ആക്കാനോ എടുക്കാനൊക്കെ ഓട്ടിക്കും. അത് ഇടയ്ക്കൊന്ന് പിണങ്ങി കപ്പിത്താൻ. മറ്റേ ബാറ്ററി പോയി. ബാറ്ററി പിന്നെ അതൊക്കെ ശരിയാക്കി വെച്ചു. എടുക്കുന്നതായിട്ട് ഇരിപ്പുണ്ട്. നമ്മൾ ഈ ഓട്ടം സീസണിന്റെ ഒരു ഭംഗി പ്രത്യേക ഒരു രസം തന്നെ കേട്ടോ. ഇപ്രാവശ്യം വീഡിയോഗ്രാഫി എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു വേറൊരു തലം നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യണം. നമ്മൾ അടുത്ത വീഡിയോ മുതൽ വ്ളോഗിങ് അല്ല വരാൻ പോണത്. നമ്മൾ മുമ്പ് 2 വർഷം മുമ്പ് നമ്മൾ ഡെറാഡൂണിലൊക്കെ ചെയ്ത പോലെ ഒരു വ്ളോഗിങ് സിനിമ എന്ന രീതിയിൽ ഷൂട്ട് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യണത്. അപ്പോൾ അറിയില്ല, നമ്മളൊരു പുതിയൊരു എക്സ്പെരിമെന്റ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്കിക്കാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ യാത്ര പതുക്കെ തുടങ്ങാം. എവിടേക്ക് നമ്മൾ ആദ്യം പോണത്? ഇന്ത്യൻ ഷോപ്പാണോ? അതൊന്ന് ചേസിലേക്ക് പോകണല്ലോ. ആദ്യം നമുക്ക് ബാങ്കിൽ പോകണം അവിടെ, കാരണം നമ്മൾ സാമ്പത്തികം ശരിയാക്കിയിട്ട് വേണം. അതെ, സാമ്പത്തിക ഇല്ലായ്മ നന്നായിട്ട് ഞെരുക്കത്തിലുള്ള പിരിഞ്ഞ് കിടക്കാണല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ന് ബാങ്കിലേക്ക് പോകണം. നമ്മുടെ ഇവിടുത്തെ US അക്കൗണ്ടിലത്തെ നമ്മൾ ആമസോണിൽ പോയിട്ട് സ്വൈപ്പ് ചെയ്തപ്പോൾ ബ്ലോക്കായി, അക്കൗണ്ട് ബ്ലോക്കായി. അപ്പോൾ അത് നമുക്കൊന്ന് റെഡി ആക്കിയിട്ട് വേണം അടുത്ത പരിപാടികളിലേക്ക് കിടക്കണം കേട്ടോ. അതെ, ബാങ്കിൽ പോയി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ പോകാം. അപ്പോൾ നമ്മൾ ചേസ് ബാങ്കിലാണ് അക്കൗണ്ട് എടുത്തിരിക്കണേടാ. ബാങ്കിൽ കയറിയിട്ട് നമുക്ക് അതൊക്കെ പോവാം. അങ്ങനെ നിങ്ങളെ കാണിക്കാൻ പോണതേ, നമ്മൾ കഴിഞ്ഞ സീസണിൽ വന്നപ്പോഴേ നമ്മുടെ സാൽമണിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞിട്ടായിരുന്നു. ഒരു അത്ഭുത സ്റ്റോറി. ലോകത്ത് ഒരു ജീവിക്കില്ലാത്തൊരു പ്രത്യേക കഴിവ് സാൽമൺ ഉണ്ട്. ആ വീഡിയോ ഫേസ്ബുക്കിൽ മില്യൺസ് ഓഫ് ആൾക്കാർ കണ്ടിരുന്നു. അപ്പോൾ അവർക്കുള്ള വേറൊരു വിഷ്വലായിട്ട് നമ്മൾ വന്നിരിക്കണേ. അതെ, അന്ന് വന്നപ്പോൾ ഒരു നിരാശ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം സാൽമൺ വരുന്ന സമയം അല്ലല്ലോ, സാൽമൺ ഇവിടെ ഇല്ലല്ലോ. പക്ഷേ ഈ ഇവിടെ നിന്ന് സഞ്ചരിച്ച് നമ്മളെ അലാസ്കൻ കടലിൽ നിന്ന് അരുവികളും തോടുകളും എല്ലാത്തിനെയും മുറിച്ച് കടന്ന് അലാസ്കൻ വെള്ളത്തിൽ പോയി, ഉപ്പ് വെള്ളത്തിൽ, കടൽ വെള്ളത്തിൽ പോയി ജീവിച്ച് തിരിച്ചു വരുന്ന 3-4 വർഷം കഴിഞ്ഞ് ഇവിടെ ജനിച്ചവര് ഏത് വഴിക്കാണോ പോയത് ആ വഴിക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ പറയണം. അതേ വഴി, ഏത് വഴിക്കാണോ പോയത് അതേ ട്രിബ്യൂട്ടറീസ് കടന്ന്, അതും ഒരുപാട് കടമ്പകൾ കടന്ന്, അന്ന് നമ്മൾ പറഞ്ഞ കണക്ക് ഭയങ്കര ഒരു സ്റ്റോറിയാണ്. ആ കടമ്പ കടന്ന് തിരിച്ച് സാൽമൺ വരുന്ന ഒരു സീസണിൽ നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഓട്ടം സീസണിൽ നിങ്ങളെ കാണിക്കാൻ പോണ അടുത്ത കണ്ടന്റ് കേട്ടോ. സാൽമണിന്റെ
തിരിച്ചുവരവ് ചിന്തിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ചാടുന്നത് അവിടെ ചാടുന്നുണ്ടോ അതേണ്ട നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ട്രൈ ചെയ്ത് നിൽക്കായിരുന്നു. അയ്യോ ഇവിടെ നോക്കിയേ ഫുൾ സാൽമണാട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ചാടാൻ നോക്കുന്നുണ്ട്, അതിനുള്ളിൽ ഇവിടെ ചാടാൻ നോക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ ഇവിടെ ചാടി ചാടി ആ ഭാഗത്തല്ല മരിക്കണത്, അവിടെ പോയി മുട്ടയിടും. അത് ഇത് ആ ഗ്രില്ലില്ലേ, ഗ്രില്ലിന്റെ അടിയിൽ സ്ഥലമുണ്ട്, അതിൽ കൂടെ കയറി അവിടെ ഒരു ചെറിയൊരു തോടുണ്ട്, കടന്ന് അവിടെ ലാഡർ ഉണ്ട്. ഈ ലാഡർ കയറി മറ്റേ മുട്ടയിടുന്ന സ്ഥലത്ത് പോണത്. അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ നിങ്ങൾ കാണാത്തൊരു കാഴ്ച. ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോയ്ക്ക് മുമ്പുണ്ടല്ലോ, എനിക്കാൾക്ക് ആർക്കിനെ പറ്റി വലിയ വിവരമൊന്നും ഉണ്ടാകുന്നില്ല. വിശാലം അത് പറഞ്ഞപ്പോഴും നമുക്ക് അതിനെ പറ്റി ഡെപ്ത് കിട്ടിയട്ടാ. കിലോമീറ്ററോളം ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിച്ച് ഏത് വഴിക്കാണോ പോയത് ആ വഴിക്ക് തിരിച്ചു വരുന്നോടാ. ഇതിങ്ങനെ ഒരു കഥ കേട്ടില്ലേ, സാൽമണ കഴിക്കാനായിട്ടുള്ള പൂതി കുറഞ്ഞതിരി. സാൽമണോട് ഒരു വിഷമം തോന്നാ, വന്ന് മുട്ടയിലൂടെ വന്ന് മരിക്കല്ലേ. ഒരുപാട് സാൽമൺ ഇങ്ങനെ മരിക്കുകയാണ്, അവര് വളരെ കുറച്ച് അത് ഫിഷ് ചെയ്ത് എടുക്കുള്ളൂ. ബാക്കി ഇവിടെ സ്വന്തമായിട്ട് മരിക്കുകയാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കടലിൽ നിന്നുള്ള ഈ സാധാരണ ഈ നമ്മള് റിവറിൽ നിന്ന് എല്ലാ പോഷകങ്ങളും കടലിലോട്ട് പോവല്ലേ, അത് അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടത്തെ എന്താ പറയുന്നത്, എവിടെയാണോ ജനിച്ചത് അവിടെ തിരിച്ചത് കൊണ്ടുവരികയാണ് പോഷകങ്ങൾ. ഈ ഫ്രഷ് വാട്ടറിൽ നിന്ന് സാൾട്ട് വാട്ടറിൽ പോയി സാൾട്ട് വാട്ടറിൽ നിന്ന് വീണ്ടും ഫ്രഷ് വാട്ടറിലേക്ക് -ഡിഗ്രിയിൽ സഞ്ചരിച്ച് വരുന്ന സാൽമണെ പറ്റി പറയണം. എന്നിട്ട് ഇത് ഇവരുടെ മറ്റ് ഇതിനെ കഴിക്കാൻ വേണ്ടിയാണ് ഇവിടെ താറാവുകളുണ്ട്, അതേപോലെ ഈ ആൽബട്രോസ് സീകളുണ്ട്. അങ്ങനെ എല്ലാവരും ഇത് ഭക്ഷണം കഴിച്ച് അത് ഇവിടുത്തെ സൈക്കിൾ വർക്ക് ചെയ്യണം. അതെ, സൈക്കിൾ വർക്ക് ചെയ്യാണ്. അതാണ് അതുകൊണ്ടാണ് ഇവിടെ മരിക്കുന്നതിന് മുമ്പേ അത് പിടിക്കാത്തത്. കാരണം അതും ഇവിടെ അതിന്റെ പോഷകവും ഇവിടുത്തെ മരങ്ങൾക്കും ഇവിടുത്തെ ജീവികൾക്കും എല്ലാത്തിനും ആവശ്യമാണ്. എല്ലാവരും വെയിറ്റിംഗ് ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരണം. തിരിച്ചു വന്നിട്ട് ആ വഴി കയറി പോകാനായിട്ടുള്ള ആ ഒരു ചാടണം കയറി പോകാം. അവിടെ ഇവിടെ ഒക്കെ ചാടുന്നുണ്ടാ, കയറി പോകാനായിട്ടുള്ള വഴി തേടിക്കൊണ്ടിരിക്കട്ടാ. ഇവിടെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തില്ല, അപ്പം അമ്മമാരൊക്കെ ആദ്യം എൻഗേജ്മെന്റ് ആട്ടാ. ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ പിള്ളേരുകളൊക്കെ ആദ്യം പഠിക്കണം. പിള്ളേർക്ക് ഇങ്ങനത്തെ ഒരു ജീവിയുണ്ട്, ഇങ്ങനത്തെ ഒരു മീനുണ്ട്, പിള്ളേരെ ആദ്യം പഠിപ്പിക്കണം. അതിനാ വേറെ രസട്ടാ, പിള്ളേരെ പഠിപ്പിക്കണം ആദ്യം. ഇത് നമ്മളൊക്കെ ഇപ്പോൾ ഈ 34ാമത്തെ വയസ്സിനെ പറ്റി അറിയണം തന്നെ കേട്ടോ. എവിടെയാണോ ജനിച്ച ആ സ്ഥലത്തേക്ക് ഇതേ സാൽമൺ ചാടാനായിട്ട് നോക്കിക്കൊണ്ടി. ഇതേ ചാടണ്ട, ഇതേ ചാടി ഇറങ്ങി കണ്ട. എന്താ നോക്കിയേക്കില്ല, ഏത് ജീവിക്ക് പറ്റും. ഇവിടെ ജനിച്ചത് അവിടെ ചാടി, ഇവിടെ ജനിച്ച് കിലോമീറ്ററോളം പസഫിക് സമുദ്രത്തിൽ പോയി അലാസ്കയിൽ പോയി തിരിച്ച് ഈ സെയിം റൂട്ട് കൂടെ തിരിച്ചു വന്ന ആ സാൽമണാണ് നമ്മൾ കാണണേട്ടാ. ഇത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്ന് എനിക്കറിയില്ല. ചിന്തിക്കാൻ പറ്റാത്തൊരു സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ സാൽമണാണ്. അതൊക്കെ സാൽമണാണ്, നമുക്ക് കാണാൻ പറ്റും. ചാടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കട്ടാ. ഇടയ്ക്ക് തന്നെ മുകളിലേക്ക് കയറാനായിട്ട് നോക്കണ്, പക്ഷെ പ്രാക്ടിക്കലി പറ്റുന്നില്ല. അവിടെയൊക്കെ ചാടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ നോക്കാനായിട്ട് ഇവിടുത്തെ നമ്മുടെ ഹാച്ചറി നമുക്കൊരു കണ്ണാട തരും. ആ കണ്ണാടയിൽ കൂടെ നിങ്ങൾ നോക്കിയോടാ. നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാണ്ട വെയിറ്റ് ചെയ്തിരിക്കണണ്ട. ഫുൾ സാൽമൺ ചാടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കേട്ടാ. അവിടെയൊക്കെ ഫുൾ സാൽമൺ ചാടോട്ടെ, അതിൻ്റെ മുകളിലേക്ക് ചാടണം. നമുക്ക് ആ കാഴ്ച കാണാട്ടാ. ഇവിടെയൊക്കെ വെയിറ്റിങ്ങിനുണ്ട്. ഇതൊക്കെ ചാടാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ വെയിറ്റിംഗ് ഉണ്ട്. ഏത് സമയത്ത് വേണമെങ്കിൽ ചാടാം. താറാങ്ങളൊക്കെ വെറുതെ കുമ്പിട്ട് കഴിഞ്ഞാൽ കിട്ടാവുന്ന രീതിയിൽ നിൽക്കണേട്ടാ. ഇത്രയധികം സാൽമൺ നിൽക്കണവരെ നോക്കിയേക്ക് നിങ്ങൾ. ഈശോ, ഇവിടെയൊക്കെ ചാടാൻ വെയിറ്റിംഗ് ആണ്ടാ സാൽമൺ. നിങ്ങൾക്ക് ഇതിൻ്റെ നേരിൽ കൂടെ കാണാം. വെയിറ്റിങ്ങിൽ എല്ലാവരും നിൽക്കുന്നതാണ്. സാൽമൺ ചാടാൻ വേണ്ടി നിൽക്കണത് കാണാം നമുക്ക്. ഇവിടെ ഉണ്ടല്ലോ ശരിക്കും പോണു. ഓ, ചാടി കടക്കാൻ നോക്കണേട്ടോ അവര്. ആ ഗ്രില്ലിന്റെ അടിയിൽ കൂടെ തന്നെ പോണം. ഇവിടെ ഹൈറ്റ് കൂടുതലാ. ഈ സൈഡ് ഹൈറ്റ് കൂടുതൽ വെച്ചിട്ടുണ്ടല്ലേ. അപ്പൊ അതെല്ലാവരും ആ ഗ്രില്ലിന്റെ അറ്റത്ത് കാണാൻ ഗ്രില്ലിന്റെ ഉള്ളിൽ കൂടെ തന്നെ കയറി പോകണമെന്നാണ് പറയണേട്ടാ. അതായത് ചാടാൻ നോക്കണോ. അതേ പോണു പോണ തോടുകളും ഇത്ര ഹൈറ്റിന് ഉണ്ടാവുള്ളൂ. എത്ര ഹൈറ്റും സംഭവങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് കറക്റ്റ് വഴി അറിയാതെ എവിടെയാണ് കറക്റ്റ് ഹൈറ്റ് വഴി പോകുന്നത് അവർക്ക് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ചപ്പും ചവറൊന്നും ഇതിൽ ഇടലെന്ന് പറയുന്നത്. ഇതെല്ലാം വന്ന് അടിഞ്ഞിട്ട് ഇതിന്റെ ഹൈറ്റ് കൂടി ഇതിനും ചാടി കിടക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അത് വളരെ വിഷമകരമാണ്. അത് പിന്നെ അത് അതിന് ജനിച്ച സ്ഥലത്തൊന്നും മുട്ടയിടാനൊന്നും പറ്റില്ല. അത് അവിടെ അങ്ങ് ചാവും. ഭയങ്കര കാഴ്ചയാണ്. അപ്പൊ നമുക്ക് അതൊക്കെ അപ്പുറത്തേക്ക് കടക്കട. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നിട്ട് കാണാണ്ട് പോയി ആ മാരൊക്കെ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കട്ടാ. സാൽമൺ തിരിച്ചു വന്ന് മുട്ടയിട്ടിട്ട് ഇത് എവിടെ മരിക്കുക? ഇവിടെയാണോ മരിക്കുക? ഇവിടെ മുട്ടിട്ട് ഇവിടെ കയറി മുട്ടിട്ടിട്ട് ഇവിടെ തന്നെ മരിക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ. ഈ ചെറിയ തോടുകളും പുഴകളൊക്കെ താണ്ടി പസഫിക്കിലേക്ക് പോയി, പസഫിക്കിൽ നിന്ന് അലാസ്കയിലേക്ക് പോയി, അലാസ്കയിൽ നിന്ന് തിരിച്ച് ഇവിടെ വന്ന് മുട്ടിട്ടിട്ട് ഇവിടെ മരിക്കും. ഏത് ജീവിയാണ് ലോകത്തിലുള്ളതെന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? ഇവിടെ നമുക്ക് സാൽമണെ പിടിക്കാൻ പറ്റില്ലല്ലോ. കുറച്ചെണ്ണം കൊടുക്കാറുണ്ട്. ഇപ്പോഴും ഇവിടെ നിന്ന് ഇപ്പൊ പിടിക്കാൻ പറ്റില്ല. അതിന് കുറച്ച് എടുത്ത് പെട്ടിയിലൊക്കെ വെച്ച് കൊടുക്കും. സാൽമൺ ബേക്ക് എന്ന് പറഞ്ഞ അത് അതിന് ചാടി ഇതിന് മുകളിലേക്കല്ലേ കാരണം. അപ്പൊ ഇത് ഇവിടെ ചാടാനായിട്ട് സാൽമൺസ് വരിയായിട്ട് നിൽക്കുന്നുണ്ടോ.
ഇതിനുള്ള കയറിയിട്ട് വേണം പോണെങ്കിൽ ഇതിന്റെ അകത്തൂടെ കയറും. ആ ഇതിന്റെ അകത്തൂടെ കയറിയിട്ട് സാൽമൺ പോണത് കാണാം അല്ലേ? ആ ആ സ്റ്റെപ്പ് പോലെ. ഇത് സ്ട്രൈറ്റ്. ആ ആ ലാഡർ. ഈ ലാഡർ ഇങ്ങനെ ചാടി കിടക്കണം. ഈ ലാഡർ ചാടി വേണം അത് മുട്ടയിടുന്ന സ്ഥലത്തേക്ക് എത്താൻ. അപ്പോൾ നമുക്ക് ചാടണം നോക്കാട്ടോ. ഇവിടെ കുറേ ചാടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇമ്പോസിബിളാണ്, പക്ഷെ ഇവർക്കൊക്കെ വെറും പോസിബിൾ ആട്ടോ. അവിടെ ചത്തടി നമുക്ക് കാണാം കേട്ടോ. ചാടണം കേട്ടോ. ഇതെപ്പനെ ചാടിട്ടാ ഈ പടി കയറി അവിടെ പോകും. അവിടെ ചെന്നാണ് മുട്ടയിടുന്നത്. ഇതാ സാധനം ഇപ്പം ചാടിട്ടോ. അവിടെ കണ്ടോ നോക്കിയോ. അതിങ്ങനെ ചാടി പനാമ കനാല് കപ്പലിൽ കയറി പോണ പോലെ കേട്ടോ. നോക്കിയാ ഇപ്പം ചാടി കയറി കേട്ടോ. സാൽമന്റെ വീരസാഹസിക കഥ കേട്ടോ. ലോകത്ത് അവിടെ ചാടി അയ്യോ കാണാൻ പറ്റില്ല. ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറി അവൻ പൂട്ടാ പതുക്കെ കണ്ട. അവിടെ നിൽക്കണ അവിടെ തുമ്പത്ത് നിൽക്കണ കയറാൻ ചാടാൻ വേണ്ടി നിൽക്കണ. ഇപ്പൊ ചാടട്ടോ. അധികം നേരൊന്നും വേണ്ട ചാടാൻ. ചാടി ആ ഹെവിതാ. ഇതിപ്പോ കഴിഞ്ഞ പ്രാവശ്യം കാണാത്തവർക്കായിട്ട് ഒന്നും പറയാട്ടോ. നമ്മള് ഈ ഒരു സ്പോട്ടിൽ നിൽക്കുന്നത്. അപ്പൊ ഈ സ്പോട്ടിൽ നിന്ന് ഇങ്ങനെ കൈവരികൾ കാണാൻ പറ്റില്ല. ഈ കൈവരികൾ ഉള്ളിലൂടെയൊക്കെയാണ് ഈ കിടി പോണത് കേട്ടോ. പോയിട്ട് ലേക്കിൽ വന്നു ഇവിടെ ഈ ഗ്യാപ്പില്ലേ, ഈ ഗ്യാപ്പിൽ കൂടെ കയറി ഇതെല്ലാം ഈ ചെറിയ തോടുകളിലൂടെ ചെറിയ തോടുകളാണ് നമുക്ക്. അതെ. എന്നിട്ട് ഇവിടെ വന്ന് ഇതിന്റെ ഇടയിൽ കൂടെ വന്ന് ഇവിടെ കയറി ഈ കടലിൽ കയറി അലാസ്ക വരെ പോകും. അലാസ്ക പോയിട്ട് തിരിച്ച് ഏത് വഴിക്കാണോ വന്ന് പോയത് ആ വഴിക്ക് തിരിച്ചു തരാന്ന് പറയണത്. അവിടെയാണ് കളി. പോണത് നമുക്ക് പോകാൻ പറ്റും. അല്ല നമ്മളിപ്പോ ഒരു വണ്ടി എടുത്തോണ്ട് പോയാൽ നമ്മൾ കുടുങ്ങിയത് തന്നെ. ആലോചിക്കാൻ പറ്റാത്തൊരു സംഭവം ഇത്. ഈ സ്റ്റോറി കേട്ടപ്പനില്ലേ നമ്മൾ ബ്ലൈൻഡ് കുറെ പേര് പറയുകയും ചെയ്തിട്ട് ആ സംഭവം. സാൽമന്റെ സ്റ്റോറി കേൾക്കണ്ടാണ്. നിങ്ങൾ ആ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കട്ടാ. എന്തായാലും ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ലോ. അതിലെല്ലാം ചരിത്രം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നേരിട്ട് ആ കാഴ്ചയും കണ്ടു. കാഴ്ച കാണാൻ പറ്റും. നമ്മൾ കാണിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ കാണിച്ചു കൊടുക്കും. അതെ. എൻ്റെ അച്ചാറും മസാലയും ഒക്കെ കാത്തിരിക്കട്ടാ ഇന്ത്യൻ ഷോപ്പിൽ. നമുക്ക് ഇന്ത്യൻ ഷോപ്പിൽ പോയിട്ട് നമ്മുടെ എക്സ്പെഡീഷനുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് പോടാ. കാരണം നമ്മളൊരു ഇന്ത്യൻ ഒരു റെസ്റ്റോറൻറ്റും ഗ്രോസറി ഉണ്ട്. രണ്ടും ഉണ്ടോ? അതെ. ഓ അടിപൊളി. അച്ചാറ് വാങ്ങിയിട്ടുള്ള ഗെയിം. നമുക്ക് അച്ചാറുമ്മേന് കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. അപ്പോൾ ബ്രാഹ്മൺസിൻ്റെ ഇവിടെ കാണണ്ട. ബ്രാഹ്മൺസൊക്കെ നമ്മുടെ നാട്ടിൽ മദർ റെസിപ്പി $1 ഒരു ഫ്രീ പ്രൊമോഷൻ. മാങ്ങച്ചാറെന്ന് പറഞ്ഞു മേടിച്ചാലാ. ഗ്രീൻ ചില്ലി വരുന്നത്. അപ്പോൾ നമുക്ക് 3 അച്ചാറ് മതിയാവും. 3 അച്ചാർ എടുത്തിട്ടുണ്ട്. അച്ചാറും ചോറും കൂടി പിടിക്കാം നമുക്ക്. വേപ്പിലൊക്കെ ഇട്ടിട്ട് അവിടെ എന്തൊക്കെ കിട്ടാത്ത എല്ലാ സാധനം. LG കായം പുള്ളി എല്ലാം ഉണ്ട് കേട്ടോ. MTR ഭയങ്കര ഫേമസ് ആണ്. അതെ. MTRന്റെ ഇവിടെ ഒരു ഈ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ഉണ്ട്. കർണാടക നമ്മളെ ഉടുപ്പിയില്ലേ, ഉടുപ്പിന്ന് ഒറിജിനേറ്റ് ചെയ്തവരാ അവര്. പിന്നെ കർണാടകത്തിലൊന്നും അവിടുത്തെ വലിയ 1924 മുതൽ MTRന്റെ ഒരു ഗരം മസാല അവർക്ക് ഇരിക്കട്ടെ ഒരു പ്രൊമോഷൻ. എല്ലാവർക്കും പ്രൊമോഷൻ. വിൻഡ്യ പ്രൊമോഷൻ. മസാല കരം പൗഡർ മുളക് പൊടി. ഒരു കാശ്മീരി ചില്ലി. മീൻകറിയിലേക്ക് നമുക്കിത് കുറച്ച് തേങ്ങാപ്പാലിന് പകരം തേങ്ങാപ്പാൽ പൊടി. വെണ്ടക്കായൊക്കെ പാക്കറ്റിലാക്കി വെച്ചിരിക്കില്ല. കട്ട് ചെയ്ത് നേരെ വെക്കുക. വേറെ പരിപാടി ഒന്നും ഇല്ലട്ടോ. അമരക്കായൊക്കെ വലുപ്പം നോക്കി. കോവയ്ക്ക നാട്ടിൽ ഫ്രഷ് ആട്ടോ. ഇതൊക്കെ എന്താ വിലക്ക് കൊടുക്കണത്? നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ നിൽക്കുന്ന സാധനങ്ങളല്ലേ. നല്ലവരൊക്കെ ഡിമാൻഡ് കേട്ടോ. ഇതൊരു സാധനമാണ്. ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയാൻ കമന്റ് ചെയ്ത കേട്ടോ. അതൊരു തക്കാളിയുടെ പച്ച രൂപം അല്ലേ. ഇതും കൺസൂൺസുകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ടേണിപ്സ്. ഓക്കെ. നല്ല ഫ്രഷ് പച്ചക്കറി നോക്കി. പയറൊക്കെ ഇരിക്കുന്ന ഇരിപ്പുണ്ടോ നിങ്ങൾ? ഭയങ്കര ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. കോക്കോ തായ്ലൻഡ് സാധനം തോന്നുന്നുണ്ട്. നാട്ടിൽ നിന്ന് തന്നെയാണോ? അല്ല, തായ്ലൻഡാന്നുണ്ട്. ഈ ഒരു സംഭവം ഒരു വെറൈറ്റി ആയിട്ട് ഇതുവരെ നമ്മൾ ഇങ്ങനെ വെണ്ടക്കായ കട്ട് ചെയ്ത് വെച്ചിട്ട് കണ്ടിട്ടില്ലല്ലേ. ഇത് ഭയങ്കര സംഭവം കേട്ടോ. ചില ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നൊക്കെ ഒരു ഫ്രസ്കും ചായയും കൂടിയിട്ട് പിടിക്കാം. ഈ കവറിന്റെ വലുപ്പം മാത്രമല്ല, അതിൻ്റെ ഉള്ളിലൊന്നും വലിയ കാര്യമായിട്ടില്ല. കൊള്ളിക്കിരി നനഞ്ഞിരിക്കണ്ട കൊള്ളി അല്ലേ. നാശാവാതിരിക്കല്ലേ. നല്ല സംഭവം ഉണ്ട്. എന്നിട്ട് നാട്ടിൽ നിന്ന് വെറുതെ ആൾക്കാരൊക്കെ പുറത്തേക്ക് പോകണം. ഒക്കെ നാട്ടിലേക്കാണ് നല്ല സാധനം. പുള്ളിയൊക്കെ നോക്കിയാൽ നാട്ടിലേക്കാണ് നല്ല സാധനം മൊത്തം എല്ലായിടത്തും കൊടുക്കണേട്ടോ. നമുക്കൊക്കെ സെക്കൻഡ് ഹാൻഡ് സാധനം നാട്ടിൽ കിട്ടുന്നു. ഇവിടെ ആൾക്കാർ നല്ല പ്യൂർ സാധനം ഉപയോഗിക്കണോട്ടോ. സൗത്ത് അമേരിക്ക പെറുന്നാണോ? ആമസോണിന്റെ ഉള്ളിൽ നിന്നാണോ? പറയാൻ പറ്റില്ലട്ടോ. ആമസോൺ ചെക്കൻ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ വെണ്ടക്കേര അപ്പുറത്ത് ചക്ക ഇരിക്കുന്നത് ശ്രദ്ധിച്ചില്ല ശരിക്കും വന്നല്ലേ. $6 വരും. ചെറിയ ചക്കയ്ക്ക് മണക്കുമ്പോഴേക്ക് $7 കേട്ടോ. വേറെ കാര്യം. ഓരോ ഘട്ടം ഘട്ടമായിട്ട് അവിടെ നിന്ന് നമ്മൾ ഇടയ്ക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ പച്ചക്കറി സെക്ഷൻ, ഇവിടുത്തെ സ്നാക്സ്, ഫുൾ മിക്സർ പരിപാടികളൊക്കെ എല്ലാം ഉണ്ട്. ഭയങ്കര നീറ്റാക്കി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്.
അതായത് നമ്മുടെ അടുത്ത ഡെയിലി ഡിലൈറ്റിൻ്റെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ. ഓരോ സ്ഥലത്തൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ട ബ്രാൻഡുകളൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ. അത് നമുക്ക് കേരള മിക്സർ തന്നെ ഇരിക്കണം അല്ലേ. കേരള മിക്സർ ഡെലീഷ്യസ് ഡിലൈറ്റിൻ്റെ ബ്രാൻഡാട്ടോ. എല്ലാ ബ്രാൻഡും ഉണ്ട് കേട്ടോ. ഇവിടെ ഒരെണ്ണം എടുക്കാം. ഒരെണ്ണം മതി. ഇതിന്റെ അപ്പുറത്തെ ഭാഗം റെസ്റ്റോറന്റ് ആണെന്നല്ലേ. ഇവിടെ റെസ്റ്റോറന്റ്, ഇവിടെ നല്ല നല്ല ഫുഡ് കിട്ടും കേട്ടോ. അതെ. അതായത് ഇവിടത്തെ ഫുഡ് കഴിച്ചിട്ട് നമ്മള് മൈക്രോസോഫ്റ്റ് കണ്ടുപിടിച്ച ബിൽ ഗേറ്റ്സും പോൾ ആലനും കൂടെ അല്ലേ, പോൾ ആലൻ ഇവിടെ വന്ന് ദോശ കഴിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട അഭിപ്രായം പറഞ്ഞ് പുള്ളിക്കാരന്റെ സൈക്കിളൊക്കെ ഇട്ടിരുന്നു. പോൾ ആലനെ പോകുന്ന ഭക്ഷണം കഴിച്ച സീറ്റുകളുണ്ട് അപ്പൊ ഇവിടെ. നല്ല പപ്സ് ഉണ്ട്, അതേപോലെ സമോസ, എല്ലാ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണല്ലോ അല്ലേ. ഇവിടുന്ന് നമ്മുടെ സാൽമൺ പോണ വഴി ഇതാണോ? സാൽമൺ ഈ വഴിക്ക് പോണ്ട. ക്രിക്കാലേ ചെറിയ റെസ്റ്റോറൻറ്റ്, അധികം വലിപ്പമൊന്നുമില്ല, എന്നാലും അടിപൊളി. ആദ്യമായിട്ടൊക്കെ നമ്മൾ താജ്മഹൽ എന്ന് പറഞ്ഞൊരു പ്രീമിയം ബിയർ കാണുന്നത് നമ്മുടെ നാട്ടിലുണ്ട്. താജ്മഹൽ ഇത്ര കാണാത്തൊരു സംഭവമാണല്ലോ അല്ലേ. താജ്മഹൽ പ്രീമിയം ബിയർ കേട്ടോ. ഇന്ത്യയിൽ കിട്ടുന്ന സാധനങ്ങൾക്ക് നിങ്ങൾ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തോ കേട്ടോ. നമ്മൾ താജ്മഹലിന്റെ ബിയർ നമ്മൾ ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടിരിക്കട്ടെ, നമുക്കൊരു കാപ്പി പിടിക്കല്ലേ. കാപ്പി പിടിക്കാം. നല്ല വിഷ്വലായിട്ട് ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോ പിന്നെ അത് നല്ല രസമാണ്. തുറന്നിട്ട് അതിന്റെ സൗണ്ട് കേൾക്കാം. ഇവിടെ പിന്നെ വിൻഡ്രായ തുറക്കാൻ പറ്റില്ല കേട്ടോ. ഇത് നമ്മള് എനിക്കിവിടെ വന്നിരിക്കുമ്പോ പെട്ടെന്ന് നമ്മളുടെ ഉണ്ണികളെ ഒരു കഥ പറയാനല്ലേ, ഈശ്വര കഥ കുറെ ബാക്കിലേക്ക് പോയിട്ടാ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ. അപ്പൊ ലാലേട്ടൻ പറയില്ലേ, കളകളം ഒഴുകുമ്പോ ഒരു അരുവിയൻ ഇലകളിൽ ഒരു കുളിർ ഒരു പുളകം. കൈ വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞല്ല. ഇപ്പൊ തിരിച്ചെന്താ പറയുന്ന, കരളിലും മലരുതൽ ഉതിരുമ്പോൾ അലികുലം ഇലകിയ ചുരുളലകം എന്ന് പറഞ്ഞ കണക്ക് ആ കളകളം ഒഴുകുന്ന അരുവിയുടെ ഇടയ്ക്ക് ഇരിക്കുമ്പോ ഒരു സുഖം, ഒരു ആൽക്കഹോളിക് സുഖം. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കണം, പക്ഷേ ഈ മലയാളം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? 10-22 കൊല്ലമല്ലേ അമേരിക്ക വന്നിട്ട്, എന്നാലും ഈ മലയാളത്തിന് എങ്ങനെ ഇത്രയ്ക്ക് പൊട്ടൻഷ്യലായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം? മലയാളം നമ്മളെ ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത്, നമ്മള് മലയാളത്തെ വിട്ടാലും മലയാളം നമ്മളെ വിടണ്ടേ. അതാണ് ഒരു സംഭവം, അതൊരു യാഥാർത്ഥ്യം. മലയാളം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ സ്റ്റാൻഡപ്പിനെ കാണാനും പരിചയപ്പെടാനും പറ്റും. ഇംഗ്ലീഷ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം നമ്മൾ കണ്ടുമുട്ടിയിരുന്നില്ല. അതെ, മലയാളത്തെ നമ്മൾ വിടാൻ പറ്റില്ല. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഒരു പപ്സ് നേരിട്ട് കണ്ടോട്ടോ. നല്ല ക്രിസ്പി ആണല്ലോ അല്ലേ. ആമസോണിൽ പപ്സ് കിട്ടി. ബെസ്റ്റ് പപ്സും അതേപോലെ മുളക് വെച്ചിട്ടാ. പിന്നെ ചെറിയൊരു ചമ്മന്തി ഉണ്ട്. ഇപ്പൊ മൗര്യ ഇന്ത്യൻ റെസ്റ്റോറന്റ്. നല്ല സമോസ അല്ലേ, അടിപൊളി സ്നാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും നാടായിട്ട് ഓർമ്മിപ്പിക്കണ പപ്സ് ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഭക്ഷണമായിരുന്നു. നല്ല ഫുൾ സർവീസും പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ ഇരിക്കണ കാണുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലേ. പൊതുവെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ ഫ്രഷ് ആയിട്ടുള്ള സാധനം എടുത്ത് വെക്കില്ല. ഇവര് ഒരാഴ്ച മുമ്പേ വന്ന സാധനം വെച്ച് അത് വിറ്റ് കഴിഞ്ഞ് മറ്റേത് പഴയത്, അങ്ങനെയാണ് പലപ്പോഴും വെജിറ്റബിൾ പല കടയിലും കാണുന്നത്. പക്ഷെ ഇവര് വരുന്ന ആ ആഴ്ചയിലുള്ള സംഭവം മാറ്റും. ഒരു ഫ്രീ പ്രൊമോഷൻ ആയിരിക്കട്ടെ. എല്ലാവരും സിയാറ്റിലെ ആൾക്കാർ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാം. ഈ ഒരു കട ഉണ്ടോ, എഗ് ആനസ്. ഇത് നല്ലൊരു കടയാണ്. മുട്ട കൊണ്ടുള്ള പല വിഭവങ്ങള്, മുട്ട മാത്രം, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് എല്ലാം മുട്ട. ഇവര് ഒരു 2 വർഷം മുമ്പേ ഇവര് ഈ കിച്ചണില് ഇതേപോലെ പാചകം ചെയ്തോണ്ടിരുന്ന് എന്തോ അബദ്ധം പറ്റിയിട്ട് തീ കയറി അങ്ങ് പടർന്നു. തീ കത്തി ഈ മൊത്തം കടയും കത്തിപ്പോയി. എന്നിട്ട് ഫുള്ള് അങ്ങനെ 2 വർഷം അടച്ചിട്ടേക്ക് തുറന്നിരിക്കുകയാണല്ലോ. വീണ്ടും തുറന്നത്. ഞാൻ അത് കണ്ടപ്പോ ഒരു സന്തോഷം. കാരണം കരിഞ്ഞ് ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് കരിഞ്ഞ് നിലം പരിശായി. അവിടുത്തെ മുട്ട വിഭവങ്ങളുടെ മെയിൻ കസ്റ്റമർ എനിക്ക് ഇഷ്ടമാണ്. ഒരു മുട്ട വെച്ച് പല പല ഐറ്റംസ് എഗ് ആൻഡ് അസ് എന്നാണ് കടയുടെ പേര്. ആ ഒരു മുഖത്തെ വിഷമം കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയാ വിഷ്വൽട്ടാ, ചിന്തിക്കാൻ പറ്റോ. ഈ ഏരിയയില് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്ലാക്ക് ഡക്ക്, ഇവിടുത്തെ ഡെവിൾ ഡെഗ്സ് ഒന്ന് കഴിക്കാം. നല്ല അടിപൊളി സാധനം. ഡെവിൾ എഗ്സ് ചെകുത്താൻ മുട്ട. ഇവിടെ ഫുള്ള് റെസ്റ്റോറന്റ് ഒക്കെ ഇരിക്കണ സെറ്റപ്പ് അടിപൊളിയായിട്ടാ. നല്ല ഭംഗിയുണ്ട് കാണാൻ, കണ്ണിന്റെ കാഴ്ചക്ക് അടിപൊളിയായിട്ടാ. എന്തായാലും ടേസ്റ്റ് പിന്നെയുള്ള വരും. അങ്ങനെ അടുത്തതായി നമ്മള് ഡോളർ ട്രീയിൽ നമുക്ക് കുറച്ച് കുക്കിംഗ് ഐറ്റംസുകൾ പഠിക്കാണ്ട്. യൂസ് ആൻഡ് ത്രോ ആയാലും നമുക്ക് വലിയ പൈസ അതിന് വേണ്ടി ചെലവാക്കിയിട്ട് കാര്യമില്ല. ആവശ്യമില്ല. നമ്മള് സിമ്പിൾ. വണ്ടി പോരട്ടെ. $1 $2 സാധനം മൊത്തം.
ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ എല്ലായിടത്തും ക്രിസ്മസ് ഓണായിട്ടാ നമ്മളല്ലേ ക്രിസ്മസിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് എല്ലായിടത്തും ഗെയിം തുടങ്ങി 4 മാസമായിട്ടില്ലേ. ഹലോയിങ്ങിന്റെ അല്ലേ, ഹലോയിന്റെ പോകുമ്പോ എവിടെയെങ്കിലും കയറി കാണണം എന്ന് പറയുന്നുണ്ട്. എല്ലാ വീടിന് മുമ്പിൽ ഇങ്ങനെ ഞാത്തിട്ടുള്ളത് $1 അല്ലേ, 1.25. ചൈന ഉണ്ടാ മൊത്തം ചൈന ഗെയിമാണ്, ചെയ്യാൻ പറ്റുള്ളൂ. അതെ എത്രക്കായിരിക്കും അത് അമേരിക്കയിലെ കൊടുക്കണത് $1. ഫുള്ള് ക്രിസ്മസിന്റെ സാധനം കയറിയിട്ടാ. ഒക്ടോബർ പോലെ അവസാനിച്ചിട്ട് ലിസ്റ്റ്. നമുക്ക് റൈസ് ഇട്ട് വെക്കാനായിട്ടൊരു ഡെപ്പ് ഉണ്ടാകുന്നില്ല, റൈസൊക്കെ വെച്ചിട്ട് എടുക്കുന്ന കാണുമ്പോഴേ വീഡിയോയില് ഒരു ലുക്ക് ഉണ്ടാവും. ലുക്കാണ് പ്രധാനം ബിഗിലെന്ന് പറഞ്ഞ പോലെ. നമുക്ക് മസാല ഒക്കെ ഇട്ട് വെക്കാനായിട്ട് ഡെപ്പ് കൺസോൾസിലൊക്കെ ഉണ്ട്. പ്ലേറ്റ് കുക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രോസസ്സിൽ കൂടുതലായിരിക്കും. നമ്മുടെ ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള സാധനം, കഴുകാനായിട്ടുള്ള സാധനം, ബോഡി വാഷ്, സൂപ്പ് കപ്പ് എടുത്താണ്. ഇതൊരു വെറൈറ്റി സാധനം അല്ലേ. നേരെ ചൂടുള്ള വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലേ, നേരെ സൂപ്പ് വെച്ച് കുടിക്കാം നമുക്ക്. സൂപ്പ് കപ്പ് അടിപൊളി. അങ്ങനെ നമ്മള് സൂപ്പർ മാർക്കറ്റൊക്കെ പോയി ഇന്ത്യൻ ഷോപ്പിലൊക്കെ സാധനമൊക്കെ പർച്ചേസ് ചെയ്ത് ഇനി അടുത്ത് നമ്മുടെ കിട്ടും ഭക്ഷണമാണ്. വിഷു ഏതാ സാധനം പിടിക്കാൻ പോണേ? നമുക്ക് ഇന്ന് ചൈനീസ് പിടിച്ചാലോ? ചൈനീസ് പിടിക്കാം. നല്ല വിശപ്പുണ്ട്, വിശപ്പിന്റെ പീക്കിൽ നിൽക്കണം നമ്മള്. നൈസ് മഴയും പെയ്യുന്നുണ്ട്. ഓക്കെ വിശപ്പ് എനിക്കുണ്ട്. ഒരു ആനയെ ഇനിയിപ്പൊ ആനയെ തിന്നാന്ന് പറയാൻ പറ്റില്ലല്ലേ? തിന്നാൻ പറ്റേ, തിന്നാൻ പറ്റും, പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല, തിന്നാൻ പറ്റേ. അപ്പൊ എന്തായിരുന്നാലും നല്ല വിശപ്പുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ചൈനക്കാരാകുമ്പോഴത്തേക്ക് കൂടുതൽ തരും. അതെ, വിശപ്പ് തീരുന്നവരെ കഴിക്കാനുള്ള ഭക്ഷണം തരും. അപ്പൊ നമുക്ക് ഒന്ന് പോവാം. നല്ലൊരു ചൈനീസ് ഭക്ഷണം ആവട്ടെ. ഇലകളൊക്കെ ഇങ്ങനെ മൾട്ടിപ്പിൾ കളറുകളായിട്ട് നിൽക്കാടാ. നമ്മള് പോണത് ഈ ഷോപ്പിലേക്കല്ലേ? അതിന്റെ ഷോപ്പിന്റെ പേര് പറഞ്ഞ ഷോപ്പിന്റെ പേര് ഫീസ്റ്റ്, വിരുന്നൊരുക്കാൻ പോണ. നമുക്കൊരു വിരുന്ന്. ചൈനക്കാരല്ല, ചൈന കൊറിയവര്. ഇത് ചൈനീസ് ആണ്. ചൈനക്കാരും കൊറിയക്കാരും ഇതിന്റെ ഉള്ളില് ശരിക്കും. കൊറിയൻ അത് വേറൊരു സ്റ്റൈലാണ് ഭക്ഷണം. ബിബിംബാപ്പ്, കൊറിയൻ ബാർബക്യൂ അത് വേറെ, ചൈനീസ് വേറൊരു സ്റ്റൈല്. ഇവിടെ പിന്നെ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യന്റെ പല ടൈപ്പ് മംഗോളിയൻ അങ്ങനെ എല്ലാം കിട്ടുന്നല്ലേ. അതെ നമ്മള് ഫീസ്റ്റിൽ കയറിയിട്ട് ഒരു ബഫറ്റ് അടിക്കാൻ പോട്ടാ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പിസ്സയും ഫ്രഞ്ച് ഫ്രൈസും അങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടും. അങ്ങനെ നമ്മളൊരു വേൾഡിലേക്ക് വന്നിരിക്കട്ടെ, ഭക്ഷണത്തിന്റെ കലവറ കാണാനായിട്ട് വന്നിരിക്കട്ടാ. എല്ലാതരം ഭക്ഷണം തോന്നുന്നല്ലേ. ഇത് ബഫറ്റ് എന്ത് റേറ്റ് ഉണ്ട് ബഫറ്റിന്? ഇത് $40 ഒരാൾക്ക്. ഫുള്ള് സാധനം വേണ്ടിയുള്ള ഐറ്റംസ് ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ. സൂഷിക്ക് സൂഷി. ഇത് സ്നോ ക്രാബ് ആണ്. ഈ ക്രാബിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ കാല് മാത്രമേ അവർ ഹാർവെസ്റ്റ് ചെയ്യുള്ളൂ, വേറെ ഒന്നുമില്ല. സാറിന് ഞണ്ട് മൊത്തം എടുക്കില്ലേ, ഈ കാല് വലിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോ കാല് തനിയെ വരും. അപ്പൊ ഈ ഞണ്ടിന്റെ മൊത്തമായിട്ട് എടുക്കില്ല അവര്, കാല് മാത്രമേ വീണ്ടും വളർന്നു വരും. ഓ, അത് ഭയങ്കര അല്ലേ. അതൊരു കൃഷി തന്നെയാവൂലേ? അതൊരു കൃഷിയാണ്. ഇവിടെ ഫുൾ സലാഡ്. അതെ, സലാഡ് ഏരിയ. കിംചി ഉണ്ട്, ഈ പിക്കിൾസ് ഉണ്ട്, പിന്നെ ഇത് കപ്പലണ്ടി, അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. ഇതാണ് കിംചി, ഇത് കൊറിയനാണ് കിംചി. ഇവിടെ വരാണെങ്കിൽ പലതരം സൂഷീസ്. ഇതൊക്കെ സൂഷിയുടെ ഭാഗമല്ലേ? ഇത് താക്കോയാക്കിയാണ്. താക്കോയാക്കി എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ഫുഡാണ്. നമ്മളെ ഈ ഒക്ടോപ്പസ് ഇല്ലേ, കുട്ടി ബേബി ഒക്ടോപ്പസിന്റെ വേറൊരു കുഴച്ചിട്ട്. ഇതിപ്പോ എത്ര കഴിച്ചിട്ട് തീരാത്തൊരു സംഭവം. വയറ് വാടകയ്ക്ക് എടുക്കേണ്ടി വരുമോ? സൂഷികളിലൊക്കെ വേറെ എത്ര ടൈപ്പ് സൂഷി വേണമെന്ന് മാത്രം നോക്കിയാൽ മതിട്ടാ. ട്യൂണ റോൾ ഉണ്ട്, ഡ്രാഗൺ റോൾ ഉണ്ട്, എല്ലാതരം സൂഷി ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങോട്ട് പോകുമ്പോ സൂഷിയിൽ തന്നെ ഇവിടത്തെ അതിന്റെ ഭാഗം തന്നെയല്ലേ ഇതും? ഇതൊക്കെ സൂഷികൾ തന്നെയാ. ഇതെന്താ അറിയോ? ഇത് ഈലാണ്. ഈലിന്റെ മീൻ അതാണ് ഈ ചോറിന്റെ ഈലിനുള്ളിൽ ചോറ് വെച്ചിരിക്കുന്നത് അല്ലേ? ഇവിടൊക്കെ മീറ്റും സംഭവങ്ങളൊക്കെ ഉണ്ടാകും. ഇത് സൂഷിയുടെ ഭാഗത്ത് ഇതാണ് മറ്റേ മെയിൻ സാധനം. ഇത് ഇഞ്ചി. ഇത് ടെമ്പൂറ എന്ന് പറയും. ഇത് ഈ വെജിറ്റബിൾ ഫ്രൈ മാവിൽ മുക്കി പൊരിച്ചേക്കുന്നത്. ഇവിടെ സലാഡിന്റെ മീറ്റ് സലാഡ് ആയിരിക്കും അല്ലേ? ഇതെല്ലാം പോക്കി എന്ന് പറയും. പോക്കി ഇത് മീൻ തന്നെയാണോ? മീനാണ്, പക്ഷെ റോ ആണ്. ചെയ്യാത്തത് എല്ലാം റോ സാധനങ്ങളാണ്. മീനിന്റെ മുട്ട, സാൽമന്റെ മുട്ട. സാൽമൺ മുട്ട നമ്മളിവിടെ വന്ന് മുട്ട ഇടുന്ന ആ മുട്ട. സാൽമണൊക്കെ റെഡിന് വേണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കട്ടോ.
ഇത് $40 അവർക്ക് മുതലാവും. അതാ ഞാൻ നമുക്ക് മുതലാവും എനിക്ക് നമ്മൾ അവിടെ നിന്ന് ഇനി ഇവിടേക്ക് കൊടുക്കണം, നമ്മള് ഉണ്ടാക്കാൻ കൊടുക്കണല്ലോ. ഇത് മംഗോളിയൻ ഗ്രില്ല്. ഇവിടെ നിന്ന് ഇതെല്ലാം എടുത്തിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റൈലിൽ കുക്ക് ചെയ്ത് ഇവിടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സാധനം വേണമെങ്കിൽ പറക്കിയിട്ട് ബീഫിന് ബീഫ്, മുട്ടയ്ക്ക് മുട്ട, ബീഫിന് ബീഫ്, എല്ലാ സാധനവും കേട്ടോ. ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവര് കുക്ക് ചെയ്ത് തരും. ഏത് സോസ് ആണെങ്കിൽ മംഗോളിയൻ വേണോ സോയ് സോസ് വേണോ അവരെല്ലാം ചക്കടക്കടാനാക്കി. നമ്മുടെ ഇത്രയും നാളത്തെ ജേണിയിലേ ഏറ്റവും വലിയ ഫുഡ് അടിക്കാൻ പോണത് ചിന്തിക്കാൻ പറ്റില്ല. ഇവിടെ വേറെ സെക്ഷൻ ഓണല്ല. ഇത് ബീഫാണോ? ബീഫ്. ഇത് പ്രൈം റിബ്. ഇത് വന്നിട്ട് നമ്മള് റിബ്സ്. റിബ്സ് ഒക്കെ ഇരിക്കണ ഇരിപ്പ് കണ്ട മക്കളെ. ഇതെല്ലാം കൂടി തിന്നാൻ പറ്റില്ല എന്നൊരു വിഷമം മാത്രമല്ല കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ഒരു കട്ട് ചെയ്ത് എടുക്കണേട്ടാ. ഇവിടെ നിൽക്കുമ്പോഴൊരു സ്മെല്ലുണ്ട്, ഒരു പ്രത്യേകത സ്മെല്ല് അടിക്കുന്നുണ്ടാ. ഒരു സോസേജ് അല്ലേ? പാപ്പ്. പൊട്ടാറ്റോ അല്ലേ? പൊട്ടാറ്റോ മെക്സിക്കൻ സ്റ്റൈലിലേക്ക് വേണമെങ്കിൽ മെക്സിക്കൻ സ്റ്റൈൽ കേട്ടോ. ഞാൻ ഇത് കല്ലവറ നിങ്ങള് കണ്ടിട്ടില്ല, കാണാൻ പോകണോട്ടാ. വെറുതെ നമ്മള് പോകുമ്പോ പറക്കി തിന്നാൻ വേണ്ടിട്ട് ചെറിയ സോസേജ് വെറുതെ നേരം പോക്കിന്. ഇവിടെ സൂപ്പിന്റെ സീ ഫുഡ് സൂപ്പ്, ഹൗസ് സ്പെഷ്യൽ പോർക്ക് സൂപ്പ്, ഹോട്ട് ഷോൺ സൂപ്പ്, എല്ലാ സൂപ്പും ഉണ്ട്. നോക്കിയാ ഇത് മീസോ സൂപ്പ് എന്ന് പറയുന്നത് ജാപ്പനീസ് സൂപ്പാണ്. ഇത് നല്ല ഫെർമെന്റ് ചെയ്ത സംഭവമാണ് മീസോ. അപ്പൊ നമ്മളുടെ ഈ ഗട്ട് ബാക്ടീരിയക്കൊക്കെ നല്ലതാണെന്ന് പറയും. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പതുക്കെ നടക്കുമ്പോ ഇവിടെ പിസ്സയുടെ ഐറ്റംസ്, പിസ്സ, റിബ്, മാക്രോണി. ഇവിടെ ആകുമ്പോ നമ്മുടെ ചീര കൊണ്ടുള്ള അഭ്യാസം അല്ലെ? ചീര ഇതൊന്നിട്ടാ. ഓക്കെ. ഇത് ഇമിറ്റേഷൻ ക്രാബ് ആണ്. ഇത് ഒറിജിനൽ ക്രാബ് അല്ല, ഇമിറ്റേഷൻ ആണ്. മീൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന. ഇവിടെ വന്ന പിന്നെ നമുക്ക് ചെമ്മീൻ പൊരിച്ച സംഭവങ്ങൾ, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെമ്മീൻ ഒരു വാല് കഴിക്കാം. ഇവിടെ നിന്ന് വരുമ്പോ സോസേജ് പൊരിച്ചത്, ഈ പൊരിച്ചത്. ഇത് ക്രാബ് രംഗൂൺ എന്ന് പറയും. അതിനകത്ത് ക്രാബ് മീറ്റ് ഉണ്ടാവും. ഓക്കെ. ഫ്രഞ്ച് ഫ്രൈസ്, ഷുഗർ ബൺ. ഓക്കെ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ റൈസ് സെക്ഷൻ. ഇവിടെ റൈസ്, നൂഡിൽസ്, അതായത് കക്ക. നമ്മളെ കക്ക, കക്കയുടെ വെറൈറ്റി. ഇത് പോർക്ക് ചോപ്പ്, ബീൻസ്, ഇത് സാൽമൺ. സാൽമൺ ഇരിപ്പുണ്ടോ? ഇത് ക്രോഫിഷ് എന്ന് പറയും. ഇത് നമ്മൾ ഇവിടുത്തെ ലൂയിസിയാനയിലും ഈ സദേൺ ഗൾഫ് ഉണ്ടല്ലോ, ഇവിടുത്തെ അമേരിക്കയിലെ സദേൺ ലൂയിസിയാനയിൽ പോയി കിട്ടുമ്പോലെ കിട്ടുന്ന സാധനമാണ്. ഇത് കേജൻ സ്റ്റൈൽ പ്രിപ്പറേഷൻ എന്ന് പറയും. ഓക്കെ. കണ്ടാൽ ലോബ്സ്റ്റർ പോലെ ഇരിക്കും, പക്ഷെ ലോബ്സ്റ്റർ അല്ല. ഓക്കെ. ഇതെന്ത് ഇത്രയധികം ആൾക്കാർ വരുന്നുണ്ട് തന്നെയല്ലേ? നോക്കിയേ, ആൾക്കാർക്ക് ഒരു ക്ഷാമല്ല കേട്ടോ. ഇനി നമ്മളെ മെയിൻ താരങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് സെസമി ചിക്കൻ, ഇത് മംഗോളിയൻ ചിക്കന്റെ വെറൈറ്റീസ്, മംഗോളിയൻ ബീഫ്. ഇത് സീ ഫുഡിന്റെ മിക്സ്ചർ ആണ്. ഇതിൽ ഷ്രിംപ് ഉണ്ട്, ക്ലാം ഉണ്ട്, മസൽസ് ഉണ്ട്, കോൺ ഉണ്ട്. സ്കാലപ്പാണ് കേട്ടോ. സ്കാലപ്പാണ്. അതിൽ അവർ നൂഡിൽസ് ഒക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കിയിരിക്കുന്ന സലാഡ്. പിന്നെ മൈൻഡ് ചെയ്യാത്ത ഇതൊന്നും കാണുമ്പോൾ മൈൻഡിങ് തോന്നുന്നില്ല. വെജിറ്റബിൾ അവർ പറയുന്നു, പക്ഷേ അതിലും സോസേജ് ഉണ്ട്, ചൈനീസ് സോസേജ്. ചെമ്മീൻ. ഇത് ചെറിയ ലോബ്സ്റ്റർ ആണ്. ഇത് മസൽസ്. നമ്മളെ പറയുമ്പോ വായല് ഒരു വെള്ളം വീണ്ടുട്ടാ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നമ്മൾ ഇവിടേക്ക് നോക്കുമ്പോ വലിയ കൊഞ്ച് വെറുതെ കൊടുക്കുന്നു പറയില്ല, അതേപോലെയാണ് ചേച്ചി ഇവിടെ വെറുതെ കൊടുക്കണമെന്നൊക്കെ. അതായത് ഈ ലോബ്സ്റ്റർ മാത്രം നമ്മൾ പുറത്തുനിന്ന് കിലോ മേടിക്കുകയാണെങ്കിൽ $40 കൊടുത്ത് കഴിക്കേണ്ട സാധനമാണ്. ഇവിടെ നമ്മള് ഫ്രീ ലാവിഷായിട്ട് അടിക്കുക. ലോബ്സ്റ്റർ മാത്രമുള്ള ഇതിലാണ് ഇവര് മുതലാക്കുന്നത്. ഇത് കഴിച്ചിട്ട് മുതലാക്കണം അല്ലേ? വേറെ ഒന്നും കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെ ഇടാ. ഇതിന് മാത്രമുള്ള വരിയുണ്ടോ? അത് ഭയങ്കര വരിയായിട്ടാ. ലോബ്സ്റ്ററിന് തന്നെ പല രീതിയിലുള്ള ക്രാബ്, സ്ട്രിം, എല്ലാ സാധനം നോക്കിയാ. എന്തിട്ടൊക്കെ ഇല്ലാത്തത് മാത്രം നോക്കിയാൽ മതിട്ടാ. ഇവിടെ വരുമ്പോ ഇതെല്ലാം നമ്മൾ ഡംപ്ലിങ്സ് ആണ്. മോമോസ് എന്ന് പറയില്ല, അതിന്റെ ഒരു വേർഷൻ ആണ്. പല ടൈപ്പ്. ഇതെന്താ പറയുക? ഇത് ചിക്കന്റെ ഫീറ്റ്, ചിക്കന്റെ കാലേ, ഇതൊക്കെ പുഴുങ്ങിയെടുക്കാല്ലേ. നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഇതെന്ന് പറയുന്ന ബീഫിന്റെ വയറാണ്. ബോട്ടി പോലെ ഇരിക്കണ്ടല്ലോ. ബോട്ടി പോലത്തെ സാധനം. പിന്നെ ഇത് മോമോ സാധനങ്ങൾ. അവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് കുക്കിങ്ങിന് കൊടുക്കാം അല്ലേ? ഇവിടെ വന്നിട്ട് നമുക്ക് കുക്കിങ്ങിന് കൊടുക്കാം. അതുപോലെ ഇത് യൂട്ടൻസിൽ സ്റ്റേഷൻ ആണ്. എന്ത് വേണമെങ്കിൽ എടുത്തത് സ്പൂൺ കീണൊക്കെ നമുക്ക് സെൽഫായിട്ട് എടുത്ത് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചൂടാക്കി കഴിക്കാം. ഇത് ക്രാബ് കഴിക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. ഇത്
പൊട്ടിക്കാൻ വേണ്ടി. അതിന് ടൂളുണ്ടല്ലേ? ഞാൻ ആദ്യമായിട്ടാണല്ലോ ക്രാബ് കഴിക്കുമ്പോൾ പൊട്ടിക്കണത്. ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. മറ്റേത് ഈ പല്ലൊക്കെ എല്ലാവർക്കും വളരെ ഇത് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തോടെ. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരു പിടുത്തം പിടിക്കണ്ട വിശ്വ. ഫുള്ള് തിരക്കണം എൻ്റെ ഉള്ളിൽ. ഡെസേർട്ട് പിടിക്കാം. ഇതൊക്കെ നമ്മുടെ മെയിൻ കോഴ്സ് കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ഡെസേർട്ട് അതുപോലെ ഫ്രൂട്ട് ഇതൊക്കെ ആയിട്ടുള്ള സെക്ഷൻ വേറെ കേട്ടോ. പിള്ളേരുടെ നൈസായിട്ട് ചോക്ലേറ്റ് ചോക്ലേറ്റ് പരിപാടി. $40 സ്വർഗലോപരാണല്ലേ. മുന്തിരി പപ്പായ ജെല്ലോ ബിസ്കേറ്റുകള്. ഇത് കാണിക്കാൻ തന്നെ ഒരു എപ്പിസോഡ് വേണ്ടി വരുന്നുണ്ടല്ലേ? റൗണ്ടെത്തണെങ്കിൽ ഒരു എപ്പിസോഡ് കൂട്ടാ. ഫുള്ള് ചോക്ലേറ്റിന്റെ സാധനങ്ങള്. അടിപൊളിയാണല്ലോ ഇത്. മധുര ഇഷ്ടമില്ലാത്ത കാരണം അത് കാണുമ്പോൾ നമുക്ക് വലിയ തോന്നില്ല. പക്ഷെ മധുര പ്രിയക്കാർക്ക് എന്റെ പെണ്ണിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം കേട്ടോ അതൊക്കെ. ഇവിടെ നിങ്ങൾ തിരിഞ്ഞു വരുമ്പോൾ കേക്ക് സാധനങ്ങൾ അത് ഇതൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ അവിടെ ബർത്ത്ഡേ ഉള്ള സമയത്ത് വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്രീ ആയിട്ട് കേക്കും സംഭവങ്ങളൊക്കെ തരും. വല്ല ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് തരും. പിന്നെ അതൊന്നും മതിയായില്ലെങ്കിൽ കോട്ടൺ കാൻഡി ഉണ്ടാക്കി തരും. പഞ്ഞിമിഠായി, നമ്മുടെ പഞ്ഞിമിഠായി, ഐസ്ക്രീം, ഏത് തരം ഐസ്ക്രീം വേണമെങ്കിലും ഏത് ഐസ്ക്രീം എങ്ങനെ വേണമെങ്കിൽ പിന്നെ പിള്ളേർ ചില കൊച്ചു പിള്ളേരൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ പാൻ കേക്ക് എന്തിട്ടാ കളിയില്ലേ. ഒക്കെ നമ്മുടെ അയൽ രാജ്യക്കാരാന്ന് തോന്നുന്നു കണ്ടിട്ടില്ലേ. ജപ്പാനീസ് പിന്നെ അമേരിക്കയിൽ പിന്നെ ജപ്പാൻകാർ കുറെ ഉണ്ടല്ലോ അല്ലേ. അവരാണ് നടത്തുന്നത്. ഇതൊക്കെ ഒരു മുതലാണ് ഈ പുറത്തുനിന്ന് ചൈനയിൽ അവർ കൊണ്ടുണ്ടാവും അല്ലേ. അല്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ ചെറുപയറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള. എന്തായാലും നമുക്ക് തുടങ്ങാം. എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബൊഫെ നമ്മൾ കഴിക്കാൻ പോകണോ. കഴിക്കുന്നത് നിങ്ങളെ കാണിച്ച് നിങ്ങളെ കൊതി ആക്കണില്ലേ. ഞങ്ങളിപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വരാം. അതല്ലേ സമാധാനമായിട്ട് കഴിച്ചിട്ട് വരാം. ജീവിതത്തിലുണ്ടല്ലോ, ജീവിതത്തിൽ എത്ര കഴിച്ചിട്ടില്ല. കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞൂടാ. അത് വേറെ കാര്യം. വയറും മനസ്സും നിറഞ്ഞ് എന്തൊക്കെ കഴിക്കാൻ പറ്റുമോ എല്ലാം കഴിച്ചു ഞാൻ. ഇനിയിപ്പോൾ എന്തുണ്ടായാലും കുഴപ്പമില്ല, വണ്ണം വെച്ചാലും കുഴപ്പമില്ല എന്ന് പറയില്ലേ. താങ്ക് യു ചേട്ടാ. ഒരു ഭയങ്കര ഫുഡായി. എങ്ങനെ ഇതൊക്കെ കണ്ടുപിടിക്കണം ഇവിടെ. ഇതൊരു സംഭവമായിട്ടാണ് കാര്യം. പക്ഷേ ഇത് സ്റ്റാൻഡപ്പിന്റെ ഈ കഴിച്ച് ക്ഷീണിക്കാന്ന് പറയല്ലേ. നമ്മൾ ഈ മല കയറി ക്ഷീണിക്കാറ്. ഞാൻ കഴിച്ച ഉറങ്ങിയാനെ ചിലപ്പോൾ അതിൽ കിടന്ന് ഉറങ്ങിയാനെന്ന് പറയും. ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും ഫീസ്റ്റിന് പ്രത്യേക ഒരു അഭിനന്ദനങ്ങൾ. എല്ലാ ഡിഷും ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നമ്മള് കുറെ വലിച്ചു വരുത്തുന്ന പറഞ്ഞേക്കാൾ ഉപരി ഓരോ ഡിഷിനും അതേ ടേസ്റ്റ് ഉണ്ട്. അത് എല്ലായിടത്തും ഉള്ള ഒരു സംഭവമല്ല. അപ്പം എന്തായാലും സിയാറ്റിൽ വന്നിട്ട് അങ്ങനെ ഒരു സംഭവം നമുക്ക് കിട്ടി. എന്തായാലും താങ്ക് യു ചേട്ടൻ. അപ്പോൾ നമ്മൾ നാളെ അടുത്ത ദിവസം, നാളെ അല്ല അടുത്ത പിറ്റേ നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ, ഇന്നിപ്പോൾ ഒക്ടോബർ 19 21 നമ്മുടെ തിങ്കളാഴ്ചയാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. എന്തായാലും നാളെ കപ്പിത്താൻ്റെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടാ. ട്രാവലിസ്റ്റ വയറടാ പറയാൻ പറ്റില്ലേ. പ്രത്യേക ഭക്ഷണം കഴിക്കലേട്ടാ. അതല്ല ഓരോന്നിനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിന് വേറെ രസം. നമ്മൾ നാട്ടിൽ ബൊഫേ എന്നൊക്കെ പറയുമ്പോൾ നാട്ടിലെ കുറ്റം പറഞ്ഞതല്ലേട്ടാ, കുറച്ചൊക്കെ ഇത് ഉണ്ടാവുമല്ലോ. പക്ഷെ ഇത് എല്ലാത്തിനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. വെറും $990 ലോകാത്ഭുതങ്ങൾ ഒന്നായിട്ടുള്ള മാച്ച് ബീച്ച് കണ്ടാലോ. ഒപ്പം തന്നെ വൺ ഓഫ് ദി നാച്ചുറൽ വണ്ടറായ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകളിലൊന്നായ ആമസോൺ റെയിൻ ഫോറസ്റ്റ് കണ്ടാലോ. 4 ദിവസം നീളുന്ന ഈ സ്വപ്ന തുല്യമായ വണ്ടർ യാത്രയിൽ നമ്മൾ കുസ്കോയിൽ നിന്ന് തുടങ്ങി സീക്രട്ട് വാലി, അഗ്വാസ് കാലിയന്റെ എന്ന പട്ടണങ്ങളിൽ യാത്ര ചെയ്ത് 3-ാം നാൾ നമ്മൾ മാച്ച് ബീച്ച് എന്ന ആ സ്വപ്നത്തിലേക്ക് എത്തും. അങ്ങനെ ഇങ്ക സംസ്കാരവും ഇങ്ക കൾച്ചറും എല്ലാം തൊട്ടറിഞ്ഞിട്ടുള്ള ഈ യാത്രയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. നമ്മൾ ഗ്രീൻ ബുക്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ 10 പേരിന് മേലുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ ഇതിൽ സംഘടിപ്പിക്കുന്നില്ല. നിങ്ങൾ ഗ്രൂപ്പ് ട്രാവലേഴ്സ് ആയിക്കോട്ടെ, കപ്പിൾ ട്രാവലേഴ്സ് ആയിക്കോട്ടെ, സോളോ ട്രാവലേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആർക്കും ഈ പാക്കേജ് എടുക്കാം. ഈ പാക്കേജ് ആദ്യത്തെ 50 പേർക്ക് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ പാക്കേജ് എടുത്തിരുന്ന ആൾക്കാർക്ക് 2 വർഷത്തിൽ എപ്പോൾ വേണമെങ്കിൽ യാത്ര ചെയ്താൽ മതി. അങ്ങനെ ഒരുപാട് പ്രത്യേകത നിറഞ്ഞ പാക്കേജുകളാണ് ഗ്രീൻ ബുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ മാച്ച് ബിച്ചു അല്ലെങ്കിൽ ആമസോൺ പാക്കേജുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം.